Namaskaram, this is me Dr. Shaila Nasib. Welcome to this video. എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ ഇടയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്യാവിറ്റീസ് ഫോം ചെയ്യുന്നത്, എന്താണ് വായനാറ്റത്തിന് കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ മോണരോഗം ഉണ്ടാകുന്നത് എന്നൊക്കെ. ഇതിനെല്ലാം നമുക്ക് ഒരേ ഒരു ആൻസറേ ഉള്ളൂ, നിങ്ങളുടെ ഓറൽ ഹൈജീൻ പ്രോപ്പർ അല്ല എന്നുള്ളത്. സോ ടുഡേ വി ആർ ടോക്കിംഗ് അബൌട്ട് ഓറൽ ഹൈജീൻ. എന്താണ് ഒരു പ്രോപ്പർ ഓറൽ ഹൈജീൻ? നിങ്ങളുടെ വായ്ക്കകത്തിരിക്കുന്ന ടീത്തിനെയും ഗംസിനെയും ഹെൽത്തി ആയിട്ട് വെച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു പ്രോപ്പർ ഓറൽ ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു പ്രോപ്പർ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുടെ വായ്ക്കകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ക്യാവിറ്റി ഫോർമേഷൻ ആയിക്കോട്ടെ, ബാഡ് ബ്രീത്ത് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മോണരോഗം ആയിക്കോട്ടെ, എല്ലാം വളരെ കുറവായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഓറൽ ഹൈജീൻ പ്രോപ്പർ അല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ വായ്ക്കകത്ത് ചില രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മുടെ ഓറൽ ഹൈജീൻ പ്രോപ്പർ അല്ല എന്നുള്ളത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ധാരാളമായിട്ട് ക്യാവിറ്റീസ് ഫോം ചെയ്യുക. വായ്ക്കകത്ത് ഒത്തിരി ക്യാവിറ്റി ഫോർമേഷൻസ് നടക്കുക. ബ്ലീഡിങ് ജിഞ്ചൈവ കാണുക. മോണയിൽ നിന്നും രക്തം വരെ എന്തെങ്കിലും കടിക്കുമ്പോഴായിക്കോട്ടെ, ബ്രഷ് ചെയ്യുമ്പോഴായിക്കോട്ടെ, മോണയ്ക്കകത്ത് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവുക. സ്വോളൻ ഗംസ് ആൻഡ് ബ്ലീഡിങ് ജിഞ്ചൈവ, അതാണ് കണ്ടീഷൻ. അടുത്തതായിട്ട് വരുന്നത്, മോണയ്ക്കകത്തും പല്ലിനും മോണയ്ക്കും ഇടയിലായിട്ട് അഴുക്കുകൾ അടിഞ്ഞുകൂടുക. കാൽക്കുലസ്, ബ്ലാക്ക് കാൽക്കുലസ് പോലെയുള്ള കട്ടിയുള്ള കക്കത്തോട് കണക്കിയുള്ള അഴുക്കുകളൊക്കെ അടിഞ്ഞുകൂടുക എന്നുള്ളത്. അടുത്തതായിട്ട് വരുന്നത്, പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുക, പല്ല് നീളം വെച്ചതായിട്ട് ഫീൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് വരുന്നത് ടൂത്ത് ഇറോഷൻസ്. അടുത്ത് വരുന്ന ബാഡ് ബ്രീത്ത്, വായനാറ്റം, ഭയങ്കരമായിട്ടുള്ള വായനാറ്റം. എത്ര തവണ ബ്രഷ് ചെയ്താലും വായനാറ്റം തന്നെ ഉണ്ടാവുക. പിന്നെ നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഹെൽത്ത് കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റീസ്, ക്യാൻസർ, ഓസ്റ്റിയോപോറോസിസ്, റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് നമ്മൾ എത്ര വായ ക്ലീൻ ആക്കി കൊണ്ട് നടന്നാലും അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ കാരണം കണ്ടീഷൻസിനെയൊക്കെ ലൈക്ക് മോണരോഗത്തെയും നമ്മുടെ ക്യാവിറ്റി ഫോർമേഷനൊക്കെ അഗ്രിവേറ്റ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്ക് മാക്സിമം ക്ലീൻ ആക്കി കൊണ്ട് നടക്കുന്നതിലൂടെ കൂടെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഓറൽ ക്യാവിറ്റിനെ ഹെൽത്തി ആയിട്ട് വെച്ചിരിക്കാൻ പറ്റും. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓറൽ ക്യാവിറ്റി നമ്മൾ ഹെൽത്തി ആയിട്ട് വെച്ചിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് പറയാം. അതിന് ചില റൂൾസ് ആൻഡ് റൂട്ടീൻസ് ഉണ്ട്. അതിൽ വരുന്നത് ബ്രഷിങ്, ഫ്ലോസിങ്, ടങ് സ്ക്രേപ്പിങ്, ദാറ്റ് വൺ ഈസ് റിൻസിങ് വിത്ത് മൗത്ത് വാഷസ്. ഇതിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, വാട്ട് എവർ ഇറ്റ് ഈസ്, സ്വീറ്റ് ഫുഡ് ആയിക്കോട്ടെ, സ്റ്റിക്കി ഫുഡ് ആയിക്കോട്ടെ, സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാം. ദാറ്റ് മീൻസ് ഒരു ഹെൽത്തി ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. പിന്നീട് ചില ഹാബിറ്റ്സ് ഉണ്ട്, സ്മോക്കിങ്, ടൊബാക്കോ ചൂയിങ്, പാൻ ചൂയിങ് പോലെയുള്ള ഹാബിറ്റ്സുകളുള്ള ആളുകൾ അതെല്ലാം ഒന്ന് ഒഴിവാക്കുക. അത് പല്ലിൽ കറ പിടിക്കാനും മോണയ്ക്കകത്തും വായ്ക്കകത്തും രോഗങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുന്നു. പിന്നെ വരുന്നത്, നമ്മുടെ വായ്ക്കകത്ത് ഊരിയെടുക്കാവുന്ന പല്ലുകൾ വെക്കുന്ന ആളുകളുണ്ടാവും. അതിപ്പോൾ 1-2 പല്ലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പല്ലുകൾ വെക്കുന്നവരായിക്കോട്ടെ, അതല്ലെങ്കിൽ ഓർത്തോ ട്രീറ്റ്മെൻറ്റിന് ശേഷം റീറ്റൈനേഴ്സ് പോലെയുള്ള അപ്ലയൻസ് വെക്കുന്ന പിള്ളേരായിക്കോട്ടെ, ഇതിനെല്ലാം പ്ലേറ്റുകളുള്ള അപ്ലയൻസസ് ആണ്. അപ്പോൾ ഈ പ്ലേറ്റിനകത്ത് ഫുഡ് ഡിബ്രീസസ് അടിഞ്ഞു കൂടുന്നു, അത് മോണയായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു, അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു, അങ്ങനെ വായനാറ്റം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള അതിനിടയിൽ ഫുഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല്ലിലോട്ട് കേടുകൾ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ലയൻസസ് യൂസ് ചെയ്യുന്നവർ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കി കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അതിനുള്ള ബ്രഷുകളും അതിൻ്റെ ക്ലീൻ ആക്കി കൊണ്ടുനടക്കേണ്ട മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ആക്കി കൊണ്ട് നടക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബ്രഷിങ്ങിലോട്ട് വരാം. എന്താണ് ബ്രഷിങ്? എല്ലാവരും കുറേ പേഷ്യൻസ് ചോദിക്കുന്നു, നമ്മൾ 2-ൽ കൂടുതൽ തവണ ബ്രഷ് ചെയ്യുന്നുണ്ടല്ലോ ഡോക്ടറെ, അറ്റ്ലീസ്റ്റ് 2 തവണ ബ്രഷ് ചെയ്യുന്നുണ്ടല്ലോ, കുറേ സമയം എടുത്ത് ബ്രഷ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേടുകൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര തവണ ബ്രഷ് ചെയ്യുന്നോ, എത്ര സമയം എടുത്ത് ബ്രഷ് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, നിങ്ങൾ എങ്ങനെ ബ്രഷ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സോഫ്റ്റ് ബ്രിസിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു 45 ഡിഗ്രി ആംഗുലേഷൻ വിത്ത് ഗംലൈനുമായിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു സർക്കുലർ മോഷനിൽ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഗംലൈൻസിൽ നിന്നും ടൂത്ത് സർഫസിൽ നിന്നും നമുക്ക് ഡിബ്രീസസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ
കുറേ സമയം നമ്മൾ ഭയങ്കര ഹാർഡ് ബ്രഷ് വെച്ച് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യുന്നതൊക്കെ നമ്മുടെ പല്ലുകൾക്ക് വിയറിങ് ടിയർ ആൻഡ് വിയർ സംഭവിക്കാന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റുകൾ, നമുക്ക് ഇന്ന് ഒത്തിരി പേസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ബോധേഡല്ല. സോ നമ്മൾ മാക്സിമം യൂസ് ചെയ്യേണ്ടത് ഫ്ലൂറൈഡ് കണ്ടൻസ് ഉള്ള പേസ്റ്റുകൾ യൂസ് ചെയ്യുക. കഴിയുന്നതും കളേർഡും ജെൽ പേസ്റ്റുകളും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ അതൊരു 3-4 months കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. കുറേ കാലം ഒരേ ബ്രഷിനെ യൂസ് ചെയ്യാണ്ട് ഒരു 3-4 months ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ആ ബ്രഷിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഇതാണ് ബ്രഷിങ്ങിൽ വരുന്നത്. അടുത്തത് നമുക്ക് വരുന്ന ഫ്ലോസിങ്. എന്താണ് ഫ്ലോസിങ്? നമ്മുടെ ഇൻ്റർഡെൻ്റൽ ഏരിയാസിലുള്ള ഡിബ്രീസസിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. 2 പല്ലിൻ്റെ ഇടയിലും പല്ലിൻ്റെ മോണയ്ക്കും ഇടയിലൊക്കെ കുടുങ്ങിയിട്ടുള്ള ഫുഡ് ഡിബ്രീസസിനെ നമ്മൾ റിമൂവ് ചെയ്യാം. അതിപ്പോൾ ഫ്ലോസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ടേപ്പ് ഫ്ലോസ്, ത്രെഡ് ഫ്ലോസ്, സൂപ്പർ ഫ്ലോസ്, വാട്ടർ ഫ്ലോസ്, അങ്ങനെയുള്ള പല രീതിക്കുള്ള ഫ്ലോസുകൾ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് മോസ്റ്റ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യാനും ഈസി ആയിട്ടുള്ള ത്രെഡ് ഫ്ലോസ് തന്നെയാണ്. അപ്പോൾ ത്രെഡ് ഫ്ലോസ് യൂസ് ചെയ്യുക. അതെല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ഗ്യാപ്പൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇൻ്റർഡെൻ്റൽ ബ്രഷുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മോണയ്ക്കകത്തുള്ള ഡിബ്രീസസിനെ ഒഴിവാക്കാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് ടങ് സ്ക്രേപ്പിംഗ്. ടങ് ക്ലീൻ ചെയ്യുന്നതിലോടുകൂടി ടങ്ങിൽ ലോഡ് ചെയ്തിട്ടുള്ള ബാക്ടീരിയാസിനെയും ഫുഡ് ഡിബ്രീസസിനെയും റിമൂവ് ചെയ്യാം. അതുവഴി നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനും കഴിയും. പിന്നെ വരുന്നത് റിൻസിങ് വിത്ത് മൗത്ത് വാഷസ്. ബ്രഷിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് മൗത്ത് വാഷ് യൂസ് ചെയ്യാത്തവർ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവരും മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ അവർ ഏത് ടൈപ്പ് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് അവർ ബോധരല്ല. അപ്പോൾ നിങ്ങൾ മൗത്ത് വാഷുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൽ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള മൗത്ത് വാഷസ് ഉണ്ടാവാം, സ്റ്റെയിനിങ് വരാൻ കാരണമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള മൗത്ത് വാഷസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൗത്ത് വാഷിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കഴിയുന്നതും ഒരു വെൽ ബാലൻസ്ഡ് ആൽക്കഹോൾ കണ്ടൻറ്റുള്ള, അതുപോലെ ആൻറ്റി സ്റ്റെയിനിങ് ആയിട്ടുള്ള മൗത്ത് വാഷസ് ഒക്കെ യൂസ് ചെയ്യാം. എക്സസീവായിട്ട് ആൽക്കഹോളുള്ള മൗത്ത് വാഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ വായ ഡ്രൈ ഔട്ട് ആകുന്നു, അതിനകത്ത് സെൻസിറ്റിവിറ്റി വരുന്നു, അത് ബാഡ് ബ്രീത്ത് ഉണ്ടാക്കുന്നു, ക്യാവിറ്റി ഫോർമേഷൻ ഉണ്ടാക്കുന്നു, മോണരോഗം ഉണ്ടാക്കുന്നു. നമ്മൾ എന്തൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ, എന്തിനു വേണ്ടിയാണോ നമ്മൾ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇത് കണ്ടീഷൻ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല മൗത്ത് വാഷുകൾ തന്നെ യൂസ് ചെയ്യുക. ലെസ് ദാൻ 2 times യൂസ് ചെയ്യുക. ഒരു മാക്സിമം 2 times മുകളിലൊക്കെ മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പെർ ഡേ നമ്മൾ ലെസ് ദാൻ 2 times യൂസ് ചെയ്യുക. അത് 10 ml യൂസ് ചെയ്യാം. അതിപ്പോൾ ഡയല്യൂട്ട് ചെയ്യാവുന്നതും ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നതൊക്കെ ആയിട്ടുണ്ട്. അതെങ്ങനെയാണോ പേഷ്യൻ്റ് കംഫർട്ട് എന്നുള്ളത് അതിനനുസരിച്ച് മേടിക്കുക, അതിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, നമ്മുടെ സ്മോക്കിംഗ് പോലുള്ള ഹാബിറ്റ്സ് ഒഴിവാക്കുക, പിന്നെ അപ്ലയൻസസിനെ ക്ലീൻ ആയിട്ട് വെക്കുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് നല്ലൊരു ഹെൽത്തി ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനെന്നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കൈകളിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ എങ്ങനെ ക്ലീനാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വായ്ക്കകത്തുണ്ടാകുന്ന അധിക കേടുകളും ഒട്ടുമിക്ക കേടുകളും നമുക്ക് ഒരു വിധത്തിൽ ഒരു പരിധി വരെ നമുക്കത് ലിമിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ യുവർ ഓറൽ ഹൈജീൻ ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Take care.